നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം ശ്രീലപിള്ളെ. നമസ്തേ കഴിഞ്ഞ രാജേഷ്. ദിവസത്തെ കഴിഞ്ഞ ദിവസത്തേക്ക് വാർത്തകൾ, മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നമ്മുടെ പ്രളയ മുന്നൊരുക്കങ്ങൾ, ക്രൈസിസ് മാനേജ്മെന്റ് ഒക്കെ അവതളത്തിലായി എന്നൊക്കെ പറഞ്ഞ് പരക്കെ വാർത്തകൾ വരുന്നുണ്ട്. ഞങ്ങളുടെ പിണറായി വിജയൻ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ അല്ലായിരുന്നു, ഞങ്ങളുടെ വീണ വിജയൻ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ അല്ലായിരുന്നു, വീണ വിജയൻ വിജയിച്ചെടുത്ത് അബിൻ ബർക്കി പരാജയപ്പെട്ട് പത്തനംതിട്ടയിൽ എന്നൊക്കെ പറഞ്ഞ് ക്യാപ്സൂളുകൾ തുരുതുര ഇറങ്ങുന്നത്. പക്ഷെ ഇപ്പോൾ ക്യാപ്സൂളുകൾ ഒന്ന് നിർത്തി വെച്ചേക്കുന്നത്. എ കെ സെന്ററിൽ നിന്നാണ്, അല്ലേ? എ കെ സെന്ററിൽ നിന്നാണ് ഈ ക്യാപ്സൂൾ ഫാക്ടറിയിൽ നിന്നുമാണ് ഇത് ഇറങ്ങിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ അവരതിന് അല്പം ഒരു മോഡിഫിക്കേഷൻ കൊടുത്ത മാധ്യമ പ്രവർത്തകർ, ചില പഴയ ഇടത് മാധ്യമ പ്രവർത്തകരുണ്ടല്ലോ, അവരെ വീണ്ടും പൊഴുതെറ്റിയെടുത്ത് എല്ലാ മാധ്യമങ്ങളിലെയും മാധ്യമ പ്രവർത്തകരെ ഉപയോഗിച്ച് വി ഡി സതീശൻ, ബി ജെ പി, അങ്ങനെ പ്രതിപക്ഷ കക്ഷികൾ എവിടെയൊക്കെ വാർത്താ സമ്മേളനം നടത്തുന്നോ മാധ്യമങ്ങളെ കാണുന്നോ അവിടെയൊക്കെ ഈ ചില പ്രത്യേക മാധ്യമങ്ങളെ, ചാനലുകളെയൊക്കെ ഉപയോഗിച്ചിട്ട് കൂരമ്പ് പോലുള്ള ചോദ്യങ്ങൾ, അതായത് ഒന്നിനു പിറകെ ഒന്നായി ചോദ്യങ്ങൾ, പിന്നെ ദേശാഭിമാനി, കൈരളി, ഇവരുടെ ചോദ്യങ്ങൾ, അങ്ങനെ ഒന്നിനു പിറകെ ഒന്നായി ചോദ്യങ്ങളുടെ ശരമഴ തന്നെ വീഴുന്നുണ്ട്. തുടക്കത്തില് വി ഡി സതീശൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴുള്ള ആദ്യത്തെ വാർത്താ സമ്മേളനം തൊട്ട് കഴിഞ്ഞ ബുധനാഴ്ചത്തെ വാർത്താ സമ്മേളനം വരെ സതീശൻ എല്ലാ ദിവസവും ഒരു 5 മിനിറ്റ് ഇത്തരം മാധ്യമപ്രവർത്തകർക്ക് ചോദ്യശരങ്ങൾ കൊണ്ട് തന്നെ ബുദ്ധിമുട്ടിക്കുന്ന മറ്റ് മാധ്യമപ്രവർത്തകരുടെ സമയം പോലും ഇല്ലാതാക്കുന്ന ഇവർക്ക് വേണ്ട രീതിയിൽ വയറ് നിറച്ച് കൊടുക്കാനാണ് ഒരു 5 മിനിറ്റെങ്കിലും വി ഡി സതീശൻ മാറ്റിവെക്കുന്നത് മുഖ്യമന്ത്രി. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈ ക്യാപ്സൂൾ വൽക്കരണം പുതിയ രീതിയിലേക്ക് മാറുകയാണല്ലേ? അതെ, തീർച്ചയായിട്ടും രാജേഷേ, നമുക്കറിയാം കഴിഞ്ഞ 10 വർഷത്തെ CPM-ന്റെ ഭരണം, ആ ഭരണം സാധാരണ അന്തം കമ്മികളായ മാധ്യമ പ്രവർത്തകർക്ക് പോലും തിരിച്ചു പറയേണ്ടി വരുന്ന അവസ്ഥ, അത്രയ്ക്ക് മോശപ്പെട്ട അവസ്ഥയിലായിരുന്നു ആ ഭരണമെന്ന് നമുക്ക് എവർക്കും അറിയാം. സാധാരണഗതിയിൽ പണ്ടൊക്കെ കൂടുതലും മാധ്യമപ്രവർത്തന രംഗത്തുണ്ടായിരുന്നത് പഴയ കേഡറുകളായ SFI-ക്കാരായിരുന്നു, SFI DYFI ആൾക്കാരൊക്കെ ആയിരുന്നെങ്കിൽ അവര് പോലും തിരിച്ചു പറയേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ച തരത്തിലുള്ള ഭരണം കാഴ്ചവെച്ചുകൊണ്ടാണ് ജനങ്ങൾ ഈ സർക്കാരിനെ തൂത്തെറിഞ്ഞത്, LDF സർക്കാരിനെ തൂത്തെറിഞ്ഞത് നമുക്ക് എവർക്കും അറിയാം. ഏതായാലും അതിനുശേഷം LDF സർക്കാർ പോകുന്നു, തിരുവനന്തപുരം കോർപ്പറേഷൻ കൈവിട്ടു പോകുന്നു, കേരളത്തിലെ കോർപ്പറേഷനുകളെല്ലാം ഏകദേശം എല്ലാം തന്നെ കൈവിട്ടു പോകുന്നു. അത്തരം അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ ഇനി രാജ്യസഭയിലേക്ക് ഒരാളെ അയക്കാൻ കഴിയില്ല. അത്തരം അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ പരമാവധി എല്ലാ രീതിയിലും പ്രതിരോധം തീർക്കുക എന്ന ലക്ഷ്യത്തിലേക്കാണ് CPM ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഭരണത്തിലേറിയ അന്നു മുതൽ, എന്നാണോ തിരുവനന്തപുരം കോർപ്പറേഷൻ വി രാജേഷ് ഭരണത്തിൽ വന്നത്, അതിന്റെ പിറ്റേ ദിവസം മുതൽ കോർപ്പറേഷനെതിരെ നിരന്തരം സമരം, പ്രശ്നങ്ങൾ, കൗൺസിൽ ശരിക്കും നടത്താൻ കഴിയുന്നില്ല, എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഇപ്പോ അതിനുശേഷം ആദ്യം വന്നത് ആറ്റുകാൽ പൊങ്കാലയാണ്. ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട്, ആറ്റുകാൽ പൊങ്കാലയിലെ അതിനുശേഷം വന്ന വേസ്റ്റ് നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വേസ്റ്റ് കൊണ്ടിട്ട ശേഷം അവർ തന്നെ ക്ലീനിങ് നടത്തിയിട്ട് ഇത് തിരുവനന്തപുരം നഗരസഭയുടെ പരാജയമാണെന്ന് വരുത്തുക. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, പൊങ്കാലയുമായി ബന്ധപ്പെട്ട് ഗ്രൗണ്ടുകൾ കൊടുത്തിരുന്നത് സംബന്ധിച്ച് ചില സ്കൂളുകളിലെ സ്റ്റാഫൊക്കെ ആയിരുന്നു ഗ്രൗണ്ടുകൾ കൊടുത്തിരുന്നത്. അപ്പൊ അവരിപ്പോ നായയെ സംബന്ധിച്ച് ആ ആൾ തന്നെയാണ് ഇപ്പോ ഈ നായയെ കാണണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് വന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറെ നാളുകൾ ഒരു മാസമായി സുഗതനായിരുന്നു. ഇപ്പൊ സുഗതന്റെ പ്രശ്നം അങ്ങ് അവസാനിച്ചു. ഇനി അടുത്ത പ്രശ്നം എന്താണ് എന്ന് നോക്കുകയാണ്. അപ്പൊ ഇങ്ങനെ നിരന്തരമായ പ്രശ്നങ്ങൾ ഇങ്ങനെ പ്രതിപക്ഷ കക്ഷികൾക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക എന്നതാണ് CPM-ന്റെ മാത്രമല്ല, നമ്മൾ കോളേജിലൊക്കെ പഠിക്കുമ്പോഴേ നമുക്കറിയാം, SFI ഏതെങ്കിലും സമയത്ത് ജയിച്ചാൽ ആ പ്രാവശ്യം SFI ജയിക്കുന്ന വർഷങ്ങളിൽ മാത്രമേ കേരളത്തിലെ ക്യാമ്പസുകളിൽ പണ്ടൊക്കെ യൂണിയൻ പ്രവർത്തനം സുഗമമായി നടക്കുകയുള്ളൂ. അല്ലെങ്കിൽ യൂണിയൻ പ്രവർത്തനം സുഗമമായി നടക്കാൻ ഇവർ അനുവദിക്കില്ല. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ കോളേജ് ഡേയോ അല്ലെ ആഘോഷങ്ങളോ ഒക്കെ വരുമ്പോൾ CPM-കാർ അഴിഞ്ഞാടും ആ സമയത്ത്, CPM അല്ല SFI-ക്കാർ അഴിഞ്ഞാടും ആ സമയത്ത്, കുട്ടി സഹാക്കന്മാരല്ല. പുറത്തുനിന്ന് CPM-ന്റെ സഹായം ഉണ്ടാവും. കുറച്ച് CPM-കാർ ക്യാമ്പസിലേക്ക് എത്തും, DYFI-ക്കാർ ക്യാമ്പസിലേക്ക്. ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ്, പണ്ടും അങ്ങനെ തന്നെയാണ്. അതിന്റെ ഒരു വെർഷൻ തന്നെയാണ് ഇപ്പോഴും എടുക്കുന്നത്. ഒരു രീതിയിലും ഭരണത്തെ മുന്നോട്ട് പോകാൻ അനുവദിക്കാത്ത തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുക എന്നാണ്. പക്ഷെ CPM-ന്റെ വിശ്വാസ്യത നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇപ്പൊ നമുക്കറിയാം, ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ടാണെങ്കിലും എന്തെങ്കിലും ചെറിയ ഇഷ്യൂസ് വരുമ്പോഴേ, ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ പുറത്തുപോയി. ആ വീഡിയോയിൽ 4 സ്ത്രീകൾ ഇരുന്ന് പാട്ട് പാടുന്നതാണ്. അതിലൊരു ക്ലിയറായ വീഡിയോ അല്ല. അതിൽ ഒരു പെൺകുട്ടിയെ കണ്ടാൽ ശരിക്കും എനിക്ക് പോലും തോന്നിയിരുന്നു, പക്ഷെ ദൈവാധീനത്തിന് ഞാനത് എടുത്ത് പോസ്റ്റ് ചെയ്തില്ല, എനിക്ക് പോലും തോന്നിയിരുന്നു ഇത് ഈ മയക്കുമരുന്ന് വിപണനം ചെയ്തൊരു സഖാത്തിയാണ് എന്ന സംശയം നമുക്ക് തോന്നിയിരുന്നു, ഒരു അധ്യാപികയാണെന്ന്.
പക്ഷെ പിന്നീട് അവരല്ല എന്ന് തെളിയുകയും അങ്ങനെ ആ സമയത്ത് തന്നെ ഇപ്പൊ ഒരു വീഡിയോ പുറത്തു വരുമ്പോ ഇനി ഞാനല്ല എന്ന് നിഷേധിച്ചാൽ അപ്പൊ എല്ലാവരും വീഡിയോ മാറ്റും. അതിനു പകരം പോലീസ് സ്റ്റേഷനിലേക്ക് പോയി കേസ് കൊടുക്കുന്നു. അതായത് എന്ത് പ്രശ്നം ഉണ്ടായാലും അതെല്ലാം പോലീസ് സ്റ്റേഷൻ കേസ് പോലീസ് സ്റ്റേഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരെല്ലാം ഒന്ന് ലൈം ലൈറ്റ് നിൽക്കാൻ ഇവർക്ക് മറ്റു മാർഗങ്ങളൊന്നുമില്ല. അപ്പോ അവരെ ആരും ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ കേസ് പോലീസ് എന്നോട് ഭയങ്കര ഇത് കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പുറത്തു വരികയാണെങ്കിൽ ഇവർക്ക് കുറച്ചു നേരം ലൈം ലൈറ്റിലൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റും. മാധ്യമങ്ങൾ നിരന്തരമായി അവർക്ക് വേണ്ടി പ്രതിരോധം തീർക്കുന്ന അവസ്ഥയെത്തും. അത് ഒരു ഘട്ടം. അടുത്തത് മാധ്യമ പ്രവർത്തകരെ വെച്ച് ഇത്രയും കാലം ക്യാപ്സൂൾ ഉണ്ടാക്കി സോഷ്യൽ മീഡിയ വഴിയാണ് വിതറിയിരുന്നതെങ്കിൽ ഇപ്പോ അതെല്ലാം പൊളിച്ചെടുക്കും. ഈ വിതറുന്ന ക്യാപ്സൂളുകളെല്ലാം പൊളിച്ചെടുക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പൊ ഇനി അവർ ചെയ്യാൻ പോകുന്ന മാധ്യമ പ്രവർത്തകരെ ഉപയോഗിച്ചുകൊണ്ട് വി ഡി സതീശനെയും വി വി രാജേഷിനെയും ഒക്കെ കൗണ്ടർ ചെയ്യുക എന്നതാണ്. എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ക്യാൻ യു അറ്റാക്ക് ഹിം ഓൺ ദി പ്രസ് മീറ്റ് എന്ന തരത്തിലൊരു മാധ്യമ പ്രവർത്തകർക്കൊക്കെ അത്തരത്തിലുള്ള ഒരു മെസ്സേജുകൾ വന്നു എന്ന തരത്തിലുള്ള ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ആ വാർത്താ സമ്മേളനങ്ങളിൽ വി ഡി സതീശനെ അടക്കം പ്രകോപിപ്പിച്ചുകൊണ്ട് മന്ത്രിമാരെ പ്രകോപിപ്പിച്ചുകൊണ്ട് അത്തരത്തിൽ പ്രകോപനം ഉണ്ടാക്കി മറുപടി പറയിക്കുക, പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അതിന് പാർട്ടി മാധ്യമങ്ങൾക്ക് ചോദ്യങ്ങൾ നൽകുന്ന തരത്തിലാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് വി ഡി സതീശനെയൊക്കെ നമുക്കറിയാം വാർത്താ സമ്മേളനം നടക്കുമ്പോൾ പ്രകോപിപ്പിച്ചാൽ ഇപ്പൊ ഇവർക്ക് പറ്റിയ ഒരു വലിയ പ്രശ്നം എന്ന് വെച്ചാൽ എന്തൊക്കെ പ്രകോപനം സൃഷ്ടിക്കാൻ ശ്രമിച്ചാലും രാജേഷ് പ്രകോപിതനാകുന്നില്ല എന്നുള്ളതാണ്. തിരുവനന്തപുരം മേയർ എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കിയാലും ചിരിച്ചുകൊണ്ടിരിക്കുന്ന മേയറെയാണ് നമ്മൾ കാണുന്നത്. ഒരു വലിയ കഴിവാണ് കേട്ടോ, എന്തൊക്കെ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ചിരിച്ചുകൊണ്ടിരിക്കാന്ന്. അപ്പൊ രാജേഷിനെ പ്രകോപിപ്പിക്കാൻ പറ്റുന്നില്ല എന്നിവർക്ക് മനസ്സിലായി. അടുത്തത് ഇനി വി ഡി സതീശനെ അടക്കം പ്രകോപിപ്പിക്കാനുള്ള നീക്കമാണ് നടത്തുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക പത്രസമ്മേളനങ്ങൾ പ്രകോപനപരമായ ചോദ്യങ്ങൾ ഉന്നയിച്ച് അദ്ദേഹത്തെ ആക്രമിക്കണം, അതാണ് ഉദ്ദേശം. അതാണ് നടപ്പാക്കാനുള്ള ശ്രമം നടത്തുന്നത്. CPM-ന്റെ ഔദ്യോഗിക മാധ്യമ സ്ഥാപനങ്ങളുടെയും പാർട്ടി അനുഭവമുള്ള മാധ്യമ പ്രവർത്തകർക്ക് അത്തരത്തിലുള്ള ആൾക്കാർക്കാണ്, കൃത്യമായ അനുഭവമുള്ള മാധ്യമ പ്രവർത്തകർക്കാണ് ഇത്തരത്തിലുള്ള ഒരു മെസ്സേജ് വന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ക്യാൻ യു അറ്റാക്ക് ഹിം ഓൺ ദി പ്രസ് മീറ്റ് എന്നാണ് ഈ മാധ്യമ പ്രവർത്തകരോട് മുതിർന്ന നേതാക്കൾ പ്രധാന ചോദ്യമായി ഉന്നയിച്ചിട്ടുള്ളത്. അതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. വാർത്താ സമ്മേളനമൊക്കെ നടക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ മറുപടിയില്ലാതെ തലകുനിച്ചിരിക്കരുത്, നിരന്തരം ആക്രമിച്ച് പ്രകോപിപ്പിച്ചും എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കുക. ഇതിനായി AKG സെന്ററിൽ നിന്ന് തന്നെ ചോദ്യങ്ങൾ തയ്യാറാക്കി നൽകും എന്ന തരത്തിലാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. അതിന്റെ ഒരു ഫലമായിട്ടൊക്കെയാണ് വി ഡി സതീശൻ നടത്തുന്ന ഹെലികോപ്റ്റർ യാത്രകൾ, അദ്ദേഹം കഴിക്കുന്ന ഭക്ഷണം. അതാണ് നമ്മൾ ഈയിടെ കണ്ടില്ലേ, ഈ വിരുന്നുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ ഏറ്റവും കൂടുതൽ പങ്കുവച്ചത് CPM-കാരാണ്. സരീൻ അടക്കമുള്ളവർ അതിന് നേതൃത്വം നൽകിയ നമുക്ക് റഹീം, സരീൻ ഒരേ ഫാക്ടറിയിൽ നിന്ന് നിർമ്മിക്കപ്പെട്ട തരത്തിലുള്ള ഒരു പ്രകോപനം ഉണ്ടാക്കാനുള്ള ശ്രമം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ക്യാപ്സൂളുകളായിരുന്നു പുറത്തു വന്നത്. വി ഡി സതീശൻ ചെയ്തത് തെറ്റാണ്, അതിനെതിരെ പ്രതികരിക്കണം, വേണ്ട എന്നല്ല. പക്ഷെ കൂടുതൽ പ്രകോപനം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ സ്റ്റൈല്. ഞാൻ ചോദിക്കട്ടെ, ഒരാള് സുഖമില്ലാതെ എല്ലാവരെയും അറിയിക്കാൻ ഡോക്ടർ പറഞ്ഞാൽ ആ ആളിനെ പോയി കാണാൻ ഈ ഹെലികോപ്റ്റർ ഒന്ന് ഉപയോഗിച്ചു എന്ന് വെച്ച് ഒരു പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്റെ അഭിപ്രായം, എന്റെ വ്യക്തിപരമായ അഭിപ്രായമാണത്. അത്തരം ഒരു പിന്നെ ഹെലികോപ്റ്റർ വാങ്ങിച്ചിട്ടേക്കുന്ന 6 മണിക്കൂർ റോഡിലൂടെ യാത്ര ചെയ്ത് മുഖ്യമന്ത്രി യാത്ര ചെയ്യുമ്പോൾ ഇപ്പൊ പിന്നെ മറ്റു പ്രശ്നങ്ങളില്ലെങ്കിലും ഈ ആലോചിച്ച് നോക്കണം, വി ഡി സതീശൻ ആയതുകൊണ്ട് 6 മണിക്കൂറിലെത്തും. പിണറായി വിജയൻ ആണെങ്കിൽ 3 മണിക്കൂറിലെത്തും, കാരണം എല്ലായിടും ബ്ലോക്ക് ചെയ്തിട്ടേക്കും. പിണറായി വിജയൻ നമുക്കറിയാവുന്നതാണ്, മ്യൂസിയത്തിന്റെ ഭാഗത്ത് മുതൽ കന്റോൺമെന്റ് വരെ ബ്ലോക്ക് ചെയ്യാറുണ്ട് സാധാരണഗതിയിൽ. ഒന്ന് യാത്ര ചെയ്യുന്ന ഒരു 10 മിനിറ്റ് നേരം അദ്ദേഹം ഒന്ന് കന്റോൺമെന്റ് ക്ലിഫ് ഹൗസിൽ നിന്ന് ഇറങ്ങി കന്റോൺമെന്റ് വരെ എത്തുന്ന സമയം അത്രയും സമയം ട്രാഫിക് ബ്ലോക്ക് ആക്കി ഇടുന്നത് നമ്മൾ കാണുന്നതാണ്. അപ്പോൾ ആ ട്രാഫിക് ബ്ലോക്ക് അത്രയേറെ സമയം ഓരോ സ്ഥലത്തും ഇത്രയധികം ട്രാഫിക് ഉള്ള സമയത്ത് ട്രാഫിക് ബ്ലോക്ക് ആക്കി ഇടുന്നതാണ്. അപ്പൊ നമ്മൾ ഇതിൽ മനസ്സിലാക്കുന്നത് ഇപ്പോ പിണറായി വിജയൻ ഇതൊന്നും ചെയ്യുമ്പോൾ തെറ്റല്ല എന്നുള്ളതാണ്. നേരെ മറിച്ച് വി ഡി സതീശൻ അത്തരം കാര്യങ്ങളൊന്നും ചെയ്യാത്തതുകൊണ്ട്, റോഡൊന്നും ബ്ലോക്ക് ചെയ്യാത്തതുകൊണ്ട് വി ഡി സതീശൻ എറണാകുളത്ത് എത്തുമ്പോൾ ഒരു 6-7 മണിക്കൂർ എടുക്കും. ഇവിടെ നിന്ന് തിരുവനന്തപുരത്ത് 5 മണിക്കൂർ എന്തായാലും, 5-6 മണിക്കൂർ ട്രാഫിക് എല്ലാം കൂടെ ചേർത്ത് 5-6 മണിക്കൂർ പകൽ സമയമാണെങ്കിൽ ഭയങ്കര പ്രശ്നമായിരിക്കും. അപ്പോൾ അതിൽ ഭേദം അദ്ദേഹത്തിന് എളുപ്പം പോകണമെങ്കിൽ പോകണം. പക്ഷെ അവിടെ മറ്റൊരു പ്രശ്നം വരുന്നത് അദ്ദേഹം അന്ന് പോയ അതിനുശേഷം പോയ വിരുന്ന്, അതിനുശേഷം ദുരന്തമുഖത്തേക്ക് ഹെലികോപ്റ്റർ ഉപയോഗിച്ച് വേണമെങ്കിൽ അദ്ദേഹത്തിന് യാത്ര ചെയ്യാം. അത് ചെയ്യാതിരുന്നത്, ദുരന്തമുഖത്ത് പോയി എന്താണ് സംഭവിക്കുന്നത് ഇതൊക്കെ വലിയ പ്രതിസന്ധി അദ്ദേഹത്തിന് ഉണ്ടാക്കുന്നുണ്ട്, അത് യാതൊരു സംശയവുമില്ല. മാത്രമല്ല അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി ചർച്ചയിൽ വരുന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചർച്ചയിൽ വരുന്നത് അതുകൊണ്ടാണ്. അതായത് ഇതിൽ നിന്ന് ഏറ്റവും വ്യക്തിപരമായ ചോദ്യങ്ങൾ ഉന്നയിച്ച് മുഖ്യമന്ത്രിയുടെ പ്രതികരണങ്ങളിൽ താളം തെറ്റിക്കണം. അതും ഇവർ ലക്ഷ്യം വെക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആവർത്തിച്ച് ചോദ്യങ്ങൾ ഉന്നയിച്ച് അദ്ദേഹത്തിന്റെ ലൈഫ് സ്റ്റൈൽ, അദ്ദേഹത്തിന്റെ ജീവിത രീതി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ലൈഫ് സ്റ്റൈല് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഡ്രസ്സ്, അദ്ദേഹത്തിന്റെ ഭക്ഷണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ സ്വാഭാവികമായി അത് വ്യക്തിപരമായ കാര്യമായതുകൊണ്ട് ദേഷ്യം വരും. അപ്പൊ അത് സ്വാഭാവികമായി അങ്ങനെ
കൂടി അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനങ്ങളുടെ ഒരു ഗതി നിയന്ത്രിക്കാനും താളം തെറ്റിക്കാനും ഒക്കെ ഉള്ള ശ്രമങ്ങളാണ്. CPM-ന്റെ കാലത്ത് എല്ലാ കാലത്തും ഇതുണ്ട്. പണ്ടും നമുക്കറിയാം, CPM-ന് മാത്രമല്ല കോൺഗ്രസിന്റെ കാലത്തുമുണ്ട്. ഈ മുഖ്യമന്ത്രി മറുപടി പറയുന്ന ചില മാധ്യമ പ്രവർത്തകരൊക്കെ ഉണ്ട്. ഏത് മുഖ്യമന്ത്രി ആയാലും അവരോടടുപ്പുള്ള മാധ്യമ പ്രവർത്തകർ അടുത്ത് പോയി ഏതെങ്കിലും പ്രകോപനപരമായ ചോദ്യം ചോദിക്കുമ്പോൾ മറ്റു ചോദ്യങ്ങളിലേക്ക് ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോയി നമ്മളതൊക്കെ കാണുന്നതാണ്, വാർത്താ സമ്മേളനങ്ങളിൽ സ്ഥിരമുള്ളതാണ്. പക്ഷെ അത് കൂടുതൽ വിപുലമായി ശാസ്ത്രീയമായ രീതിയിൽ നടപ്പാക്കാൻ CPM ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും മന്ത്രിസഭാ യോഗത്തിന് ശേഷം ബുധനാഴ്ചകളിൽ നടക്കുന്ന പതിവ് വാർത്താ സമ്മേളനങ്ങൾ മാധ്യമങ്ങൾ പ്രതിപക്ഷ ചോദ്യങ്ങൾക്ക് കൃത്യമായ കണക്കുകളും രാഷ്ട്രീയ തിരിച്ചടിയും നൽകാനാണ്. അത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് കൃത്യമായ കണക്കുകൾ കൊണ്ട് കൗണ്ടർ ചെയ്യണം. എന്ത് പ്രശ്നമുണ്ടെങ്കിലും അതിനെ കൃത്യമായി തന്നെ കൗണ്ടർ ചെയ്യുന്ന രീതി ഉണ്ടാകണം. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. ഏതായാലും അത് വലിയ രീതിയിൽ CPM വിചാരിക്കുന്നത് ഇത് CPM-ന് മുതൽക്കൂട്ടാകും എന്നുള്ളതാണ്. പഴയ പോയ അനുഭാവികളെയൊക്കെ പിടിച്ചെടുക്കാനും കൂടുതൽ പൊതുരംഗത്തേക്ക് എത്താനുമുള്ള ഒരു ഊർജ്ജം ഉണ്ടാകും. കാരണം പ്രത്യേകിച്ച് ചെയ്യാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇനി ഇങ്ങനെ മാത്രമേ പിടിച്ചു നിൽക്കാനും സാധിക്കുകയുള്ളൂ. ചോദ്യങ്ങൾ ചോദിക്കുക, സർക്കാരിനെ പ്രതിരോധത്തിലാക്കുക, അതുപോലെ തിരുവനന്തപുരം കോർപ്പറേഷനെ പ്രതിരോധത്തിലാക്കുക, ശക്തമായ പ്രതിരോധം തീർത്തുകൊണ്ട് നിലനിൽക്കുക എന്നുള്ളതാണ് കുറച്ചുപേരെങ്കിലും അറിയപ്പെടാനും ഇവർക്ക് പണിയൊന്നും ഇല്ലാതിരിക്കുന്നതുകൊണ്ട് ജീവിച്ചു പോകാനുമുള്ള മാർഗമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുള്ള പടിയാണ് ഈ AKG സെന്റർ എന്നുള്ള ചോദ്യം നിർമ്മിക്കൽ. അത് മാധ്യമപ്രവർത്തകർ, അതായത് പ്രവർത്തകരുടെ വിശ്വാസ്യത നഷ്ടപ്പെട്ടിരിക്കുന്നു, നേതാക്കന്മാരുടെ വിശ്വാസ്യത നഷ്ടപ്പെട്ടിരിക്കുന്നതുകൊണ്ട് മാധ്യമപ്രവർത്തകരെ കൊണ്ട് ചോദ്യം ചോദിച്ച് പ്രകോപിപ്പിച്ച് അതിന് പ്രശ്നമുണ്ടാക്കും. നമുക്ക് സുരേഷ് ഗോപിയുടെ കാര്യത്തിലൊക്കെ നമ്മൾ കണ്ടതാണ്. സുരേഷ് ഗോപിയൊക്കെ വലിയ രീതിയിൽ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടാക്കി, അത്തരം പ്രകോപനം ഉണ്ടാക്കിയാണ് സുരേഷ് ഗോപിയെ വലിയ ഒരു മോശക്കാരനാക്കി ചിത്രീകരിക്കുന്ന ഒരു ഇമേജ് ഉണ്ടാക്കിയെടുത്തത്. അത് നമുക്കറിയാവുന്നതാണ്. അതേപോലെ തന്നെ അത്തരത്തിലുള്ള ഒരു ഇമേജ് ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ശ്രീല, നമുക്കറിയാം പിണറായി വിജയൻ 10 വർഷം മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ചുറ്റും ഉദ്യോഗസ്ഥരുടെ പാർട്ടി നിയോഗിച്ച പാർട്ടിയിലെ മുതിർന്ന നേതാക്കളുടെ ഒരു ചുറ്റും വലിയൊരു സംഘം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കാനായിട്ട്, അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളിലും നിർദ്ദേശം നൽകാൻ. പിണറായി വിജയൻ ഇടത്തോട്ട് തിരിയണോ വലത്തോട്ട് മറിയണോ എന്നൊക്കെയുള്ള കൃത്യമായിട്ട് ഇവർ പറഞ്ഞു കൊടുക്കും, എന്താണ് ചെയ്യേണ്ടത്. അതനുസരിച്ച് അദ്ദേഹം അതെ PR ഏജൻസികളുണ്ട്, അതനുസരിച്ചായിരുന്നു അദ്ദേഹം മുന്നോട്ട്. പിന്നെ ശക്തനായ പ്രസ് സെക്രട്ടറി ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് മീഡിയ സെക്രട്ടറി ഉണ്ടായിരുന്നു, അദ്ദേഹം പിന്നെ MP ആയി പോയി. എന്നാലും പിണറായി വിജയന്റെ ചുറ്റും അദ്ദേഹത്തിന് ഓരോ കാര്യങ്ങളിലും റിലീസ് തയ്യാറാക്കി കൊടുക്കാനായാലും എന്തായാലും പ്രസംഗം തയ്യാറാക്കി കൊടുക്കാനൊക്കെ വളരെ ശക്തമായ ഒരു സ്റ്റാഫ് അല്ലെങ്കിൽ മേൽനോട്ടം ഉദ്യോഗസ്ഥ തലത്തിൽ സെക്രട്ടറിമാർ, പ്രിൻസിപ്പൽ സെക്രട്ടറിമാരൊക്കെ ചുറ്റും ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ VD സതീശൻ എല്ലാം ഞാൻ കണ്ടെടുത്തോളം അദ്ദേഹം എല്ലാം നേരിട്ടാണ് ചെയ്യുന്നത്. അദ്ദേഹം സ്വന്തം തീരുമാനപ്രകാരമാണ് ചെയ്യുന്നത്. അദ്ദേഹത്തെ ഭരിക്കാൻ അദ്ദേഹം ഇതുവരെ ആരെയും തന്റെ സ്റ്റാഫിൽ നിയോഗിച്ചിട്ടില്ല എന്നതാണ് VD സതീശന്റെ. അദ്ദേഹം ആദ്യമായിട്ടാണ് മുഖ്യമന്ത്രിയാകുന്നത്. അപ്പോൾ ഒരു മനുഷ്യൻ, പച്ചയായ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആ മുഖ്യമന്ത്രി ഒരു സംഘർഷ സ്ഥലത്തേക്ക് അല്ലെങ്കിൽ പ്രളയബാധ സ്ഥലത്തേക്ക് പുള്ളി ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിന് അത് എന്ത് ചെയ്യണമെന്നുള്ളത് ആ മനുഷ്യന്റെ തീരുമാനമാണ്. താൻ എന്ത് ചെയ്യണം, താൻ എങ്ങോട്ട് നീങ്ങണമെന്നത്. VD സതീശൻ പോയാലും പോയില്ലെങ്കിലും ഹെലികോപ്റ്ററിൽ റാന്നി പത്തനംതിട്ട ഭാഗത്ത് വീണ ജോർജിന്റെ വീട്ടിന്റെ മുകളിലൂടെ കറങ്ങിയില്ലെങ്കിലും അവിടേക്ക് കൃത്യമായിട്ട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ടല്ലോ. ഇന്ന് കൃത്യമായിട്ട് ഉന്നതതല യോഗം സെക്രട്ടറിയിൽ ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഇപ്പോൾ കഴിഞ്ഞു കാണണം. കാരണം അതിലും ഒക്കെ വ്യക്തമായ തീരുമാനങ്ങൾ ഉണ്ടാകും. നമുക്ക് കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഒരു ക്രൈസിസ് മാനേജ്മെന്റ് ടീമിന്റെ ഭാഗമായിട്ടാണ് VD സതീശൻ അവിടെ ഇപ്പോൾ തലസ്ഥാനത്ത് തന്നെ ക്യാമ്പ് ചെയ്തിരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ ഇടതുകാർ പഴയ ചരിത്രമൊന്നും മറന്നുപോകരുത്. മുമ്പ് ഇൻഡോറിൽ നിന്നും ഭോപ്പാലിലേക്ക് നമ്മുടെ ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ ഇതിന് 555 സിഗരറ്റ് വാങ്ങിക്കാൻ വിമാനം അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടിച്ചൊരു കഥയുണ്ട്. അത് മധ്യപ്രദേശ് ഗവർണറുടെ അവിടുത്തെ ലോക്ഭവനിലെ റെക്കോർഡുകളിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. അപ്പൊ അതൊന്നും ഇവർക്കാർക്കും പറയാനുള്ള ഒരു ഇതില്ല. അന്ന് വിമാനമാണ് സിഗരറ്റ് വാങ്ങിക്കാൻ ഉപയോഗിച്ചത്. അന്ന് എന്തുമാകാം. ഇന്ന് VD സതീശന് ഹെലികോപ്റ്റർ കൊണ്ടുപോയുള്ളൂ. അതുപോലെ തന്നെയാണ് 1987 ഒരു ക്രിസ്തുമസ് കാലത്ത് രാജീവ് ഗാന്ധിയുടെ പത്നി സോണിയാഗാന്ധിയുടെ കുടുംബം ഇറ്റലിയിൽ നിന്ന് എത്തിയപ്പോൾ ഇവരെല്ലാരും കൂടി ലക്ഷദ്വീപിലേക്ക് ഒരു യാത്ര പോയത്, ഒരു ഉല്ലാസ യാത്ര. അതിന് INS വിരാട് എന്ന യുദ്ധക്കപ്പലാണ് ഉപയോഗിച്ചത്, ഒരു ടാക്സി പോലെ. അന്നൊന്നും പ്രതിപക്ഷത്തിനോ ഇടതുപക്ഷത്തിനോ അന്ന് ഇടതുപക്ഷം ഉണ്ടല്ലോ, അവരെന്താ ചോദിക്കാത്ത ഇപ്പോഴും? കാരണം അതൊന്നും അവർ കുത്തിപ്പൊക്കാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം അതൊക്കെ കുത്തിപ്പൊക്കിയാൽ ഇതൊക്കെ എന്ത് എന്ന് ചോദിക്കും. പിണറായി വിജയൻ ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തു. ആ വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്ററിൽ ഇപ്പോൾ VD സതീശൻ യാത്ര ചെയ്യുന്നു എന്നതാണ് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം. പക്ഷെ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഒരു ഭാഗത്ത് മുഖ്യമന്ത്രിക്ക് ചില
ശ്രദ്ധക്കുറവുകൾ സംഭവിച്ചിട്ടുണ്ട് വി ഡി സതീശന്. ഇതിലൊരു പറഞ്ഞോളൂ ചെറിയ പറഞ്ഞോളൂ. എതിരഭിപ്രായം വരുന്നതേ, ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ ദുരന്തത്തിന്റെ ആദ്യ മണിക്കൂറുകൾ വളരെ നിർണായകമാണ്. ഈ ദുരന്തം ഉണ്ടാകുന്ന തീർച്ചയായും സമയത്ത് ആരും പ്രതീക്ഷിച്ചിട്ടല്ല. അപ്പൊ ആ സമയത്ത് ചെയ്യേണ്ടതായ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അവിടെ ഒരു അമാന്തം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത്, വി ഡി സതീശന് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരിയായ കാര്യം തന്നെയാണ്. തീർച്ചയായും അതിനുശേഷം അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങൾ, ഇപ്പം പറഞ്ഞല്ലോ അദ്ദേഹത്തിന് എവിടെയൊക്കെ PR ഏജൻസികളൊക്കെ ഉണ്ട്. PR ഏജൻസികൾ ആണല്ലോ അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കിയത് പോലും ഇത്തരത്തിലുള്ള PR ഏജൻസികളാണെന്ന് നമുക്കറിയാം. PR ഏജൻസികൾ ആളുകളെ കോർഡിനേറ്റ് ചെയ്യുകയും ചില പ്രത്യേക മതവിഭാഗങ്ങളെ വെച്ചുകൊണ്ട് നീക്കം നടത്തുകയും ഒക്കെ ചെയ്തതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അങ്ങനെ ആയത്. അദ്ദേഹം അതിനുള്ള നീക്കങ്ങൾ ഇപ്പോ നമ്മുടെ വഖഫ് വിഷയത്തിലാണെങ്കിലും ഒക്കെ അദ്ദേഹം എടുത്ത നിലപാടുകൾ നമ്മൾ ചോദ്യം ചെയ്യപ്പെടേണ്ട നിലപാടുകൾ തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷെ ഇവിടെ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളതും നമുക്ക് സംശയമൊന്നുമുള്ള കാര്യമല്ല. ഏതായാലും താമസിച്ചാണെങ്കിലും അദ്ദേഹം അതിനുള്ള ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് നല്ലത് തന്നെ. ഇനിയും തുടരെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ അത് വലിയ രീതിയിൽ കുറയ്ക്കാനുള്ള കാരണങ്ങളായി മാറും. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ കൂടിയാണ് അദ്ദേഹം. അതുകൊണ്ട് അദ്ദേഹം ഒരു നിമിഷം പോലും ആ സമയത്ത് മാറി നിൽക്കരുതായിരുന്നു. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ ഹെലികോപ്റ്ററിന്റെ കാര്യം പറയുകയാണെങ്കിൽ, പിണറായി വിജയന്റെ കാലത്ത് ഹെലികോപ്റ്റർ നിർമ്മിക്കുകയും പശുത്തൊഴുത്ത് നിർമ്മിക്കുകയും ലിഫ്റ്റ് വെക്കുകയും ഒക്കെ ചെയ്ത് അദ്ദേഹത്തിന് തീരെ വയ്യ എന്ന ഇമേജ് ആയിരുന്നു ഉണ്ടാക്കിയിരുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന് റെയിൽവേ സ്റ്റേഷനിൽ പോകാനോ നടക്കാനോ ലിഫ്റ്റിൽ സ്റ്റെപ്പ് ഇറങ്ങാനോ ഒന്നും ഒരു പ്രശ്നവുമില്ല. അടുത്ത കാലത്ത് നമ്മൾ കണ്ടതാണ്. അപ്പൊ കിട്ടിയ സുഖസൗകര്യങ്ങൾ അദ്ദേഹം അന്ന് ആസ്വദിക്കായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം അദ്ദേഹത്തിന്റെ അത്തരത്തിലുള്ള ധൂർത്തും അത്തരത്തിലുള്ള വിഷയങ്ങളും ഒക്കെ ചർച്ചാ വിഷയമായതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വ്യക്തിപരമായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വി ഡി സതീശനെയും വി രാജേഷിനെയും ഒക്കെ അപമാനിക്കുക എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. ചിലർ 10 വർഷക്കാലം പിണറായി വിജയൻ മുഖ്യമന്ത്രിയെ കൊണ്ടു നടക്കുകയായിരുന്നു. താങ്ങിയും കൈപിടിച്ചുമൊക്കെ ഉദ്യോഗസ്ഥ വൃന്ദം ചുറ്റും നിന്ന് കൊണ്ടു നടക്കുകയായിരുന്നു. ഇപ്പോഴദ്ദേഹം ചുറ്റും ആരുമില്ല, ഗവൺമെന്റ് മാത്രമേ ഉള്ളൂ കൂടെ. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ഒറ്റയ്ക്ക് സ്വതന്ത്രമായി നടക്കുന്നത്. ആ വ്യത്യാസം. പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, മുഖ്യമന്ത്രിയുടെയും BJP തിരുവനന്തപുരം മേയറുടെയും വാർത്താ സമ്മേളനങ്ങളിൽ ക്യാൻ യു അറ്റാക്ക് ഹിം എന്ന് പറയുന്ന സന്ദേശം അയക്കുന്ന PR ഏജൻസികൾ, അത്തരം PR ഏജൻസികളുടെ സഹായം തരുന്നതൊക്കെ നല്ലതാണ്. പക്ഷേ ആ PR ഏജൻസികൾ തരുന്ന ടിപ്പുകൾ ഉപയോഗിച്ച് സ്വന്തം മനസാക്ഷിക്ക് വിരുദ്ധമായിട്ട് പത്രസമ്മേളനങ്ങളിൽ രൂക്ഷമായ ചോദ്യങ്ങൾ കൃത്രിമമായി ചമച്ചുവിടുന്ന മാധ്യമപ്രവർത്തകരുടെ ലജ്ജ തോന്നുന്നു. കാരണം നിങ്ങളുടെ മനസാക്ഷിയോടെങ്കിലും ഒന്ന് നീതി പുലർത്തണം. നിങ്ങൾ എന്ത് ചോദ്യം വേണമെങ്കിലും ചോദിച്ചോളൂ. നിങ്ങൾ അപ്പുറത്തിട്ടൊരു വാർത്തയുടെ ഒരു പ്രതികരണം, അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ചോദ്യങ്ങൾ അതെല്ലാം വ്യക്തമായി ചോദിക്കാം. പക്ഷേ ആരെങ്കിലുമൊക്കെ ഫീഡ് ചെയ്ത് തരുന്ന ചോദ്യങ്ങൾ ചോദിച്ചിട്ട് എന്ത് കാര്യം, അല്ലേ? അതെ, തീർച്ചയായും അങ്ങനെ തന്നെ വേണം. സ്വന്തം ചോദ്യങ്ങൾ ചോദിക്കണം. ഒരു പ്രതിപക്ഷമായി തന്നെ നിലകൊള്ളണം. മുഖ്യമന്ത്രിയെന്നല്ല, പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയും ഒക്കെ നമ്മൾ ചോദ്യം ചോദിക്കേണ്ട സമയത്ത് ചോദ്യം ചോദിക്കുകയും പ്രതിരോധിക്കുകയും പറയേണ്ട കാര്യങ്ങൾ പറയുകയും ചെയ്യണം. അതിനൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷെ ഇവിടെ പ്രശ്നമാകുന്നത് മറ്റൊരാൾ തരുന്ന ചോദ്യവുമായി ആരുടെയും മുന്നിലേക്ക് പോകരുത്. അത് മാധ്യമപ്രവർത്തകർ ഒരു സംസ്ഥാനത്ത് പ്രവർത്തിക്കേണ്ടതും രാജ്യത്ത് പ്രവർത്തിക്കേണ്ടതും പ്രതിപക്ഷമായി തന്നെയാണ്. പ്രതിപക്ഷമായി തന്നെ പ്രവർത്തിക്കണം. അത് ആരോടാണെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കണം. സത്യം പുറത്തു വരണം. നമുക്കറിയാം, നാലാം തൂണെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മാധ്യമങ്ങൾ ഒരിക്കലും ആരുടെയെങ്കിലും വക്താക്കളായി നിന്നുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കാനോ അങ്ങനെ പോയാൽ മാധ്യമപ്രവർത്തനത്തിന്റെ അന്തസ്സിനെ തന്നെ ചോദ്യം ചെയ്യുന്നതാണ്. അത്തരം ശ്രമങ്ങൾ ഉണ്ടാവരുത്. മറിച്ച് പ്രതിപക്ഷമായി തന്നെ നിലകൊണ്ടുകൊണ്ട് സത്യത്തിനും നീതിക്കും വേണ്ടി വാദിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും. നന്ദി, നമസ്കാരം.